ഗുഡ് മോർണിംഗ്. കുറേ പേര് എൻ്റെ വീഡിയോസ് സ്ഥിരം വരുന്നത് കാണുകയും എൻജോയ് ചെയ്യുന്ന ധാരാളം പേരോട് ചോദിക്കുക, എന്ത് പറ്റി വ്ളോഗൊന്നും ഇടുന്നില്ലല്ലോ എന്ന്. ഞാൻ ഓരോ ദിവസവും എന്തെങ്കിലും ഇന്നിടാം എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരേ കഥ, എൻ്റെ കഥ എന്നും സെയിമാണ്. ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് ഞാനാണ് കുക്ക് ചെയ്തത്. അപ്പം ഞാനന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങി കേട്ടോ. ഇച്ചിരി ക്ലിപ്പിങ്സ് എൻ്റെ ഗാലറി കിടക്കുക, അത് കണ്ടിട്ട് വരാം. കറി റെഡി. ഒലത്ത് കുറച്ച് നേരം കൊടുക്കും. കറി ഒലത്ത്. ഹസീനയുടെ മോൻ്റെ പേരായത്. ഇത് ഡോട്ടറിലോയുടെ അവരുടെ കല്യാണത്തിന് പോയപ്പോൾ കിട്ടിയ പാത്രമാണ്. എന്നും ഇതിലാണ് നമ്മളവർ കറി വയ്ക്കുന്നത്. ഒലത്ത് അത് ചെയ്ത ദിവസം ആരും കഴിക്കുന്നതോ അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയൊന്നും എനിക്കന്ന് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പോയി. മെയിൻലി ബിക്കോസ് വീട്ടിൽ ഒരുപാട് പേര് സുഖമില്ലാത്ത ആൾക്കാർ, റണ്ണിങ് ടു ഹോസ്പിറ്റൽ, കമ്മിങ് ബാക്ക്, ദിസ് ദാറ്റ്, അങ്ങനെ അങ്ങ് ആയതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് നോട്ട് ഹാവിങ് ദ ടൈം. അതോടെ അതങ്ങനെ പോയി. ഞാൻ ആലോചിച്ചു, അയ്യോ ഞാൻ നല്ലപോലെ തുടങ്ങിയതാണല്ലോ, എനിക്കത് എൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ രാവിലെ ഞാൻ സ്റ്റൈൽ പ്ലസിൽ പോയായിരുന്നു. സ്റ്റൈൽ പ്ലസിൽ പോയപ്പോൾ അവിടുത്തെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് ഷോർട്സൊക്കെ എടുത്ത് ഞാൻ മുകളിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ 3000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ എന്തോ മേലിൽ നമ്മൾ സാധനം വാങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലക്കി ഡ്രോ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അങ്ങനെ അതിൻ്റെ ഇത് തന്നപ്പോൾ ഞാൻ ജോബിനെ കൊണ്ടും ആ ഗെയിം കളിപ്പിച്ചു. അവസാനം ഞാനും കളിച്ചു. പക്ഷേ ഞാനിട്ടപ്പോൾ എനിക്ക് ഒരു കുഞ്ഞു വാട്ടർ ബോട്ടിൽ ഗിഫ്റ്റായിട്ട് കിട്ടി. അപ്പോൾ സ്റ്റൈൽ പ്ലസിൽ ഇന്നലെ പോയപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്തു. അതെൻ്റെ ഗാലറി കിടക്കും, നല്ല വിഷ്വൽസാണ്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ?
വീണില്ലെങ്കിലും So that was that. Style Plus ക്രിസ്മസ് സീസൺ ആകുമ്പോൾ സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ് സ്റ്റൈൽ പ്ലസ് കാണാൻ. ഇറ്റ്സ് സോ ഫുൾ ഓഫ് ലൈഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത്തവണ നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ വളരെ നേരത്തെ തന്നെ അമ്മു ചെയ്തു. ദാറ്റ് ഈസ് ഓൺ December 1st തന്നെ നമ്മൾ ചെയ്തു. കാരണം അമ്മുവിന് ഇതൊരു കൊളാബ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇതിൻ്റെ മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ ആ ടീഷർട്ടിൻ്റെ ഒരു കൊളാബ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അതിന് ഈ ക്രിസ്മസ് തീമായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു. ആൻഡ് ഇത്തവണ നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ ജോബിൻ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തു. കാരണം അന്ന് എനിക്കിവിടെ കിച്ചൺ ഇഷ്ടംപോലെ പണിയുണ്ടായിരുന്നു. ജോബിൻ കൂടെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് വേഗം തീർന്നു. ഒക്കെ ഉണ്ടല്ലോ, ഹൈറ്റുള്ള കുട്ടിയുണ്ട്, എല്ലാവർക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരുന്നു. എന്തായാലും നമ്മളിത്തവണ വളരെ സിമ്പിളായിട്ടാണ് ഡെക്കറേഷൻ ചെയ്ത. ട്രീയിലൊക്കെ നമ്മൾ സ്ഥിരം ഇടുന്ന ഐറ്റംസ് ഒന്നും ഇട്ടില്ല. വളരെ കുറച്ച് പൂക്കൾ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഡെക്കറേഷൻ ചെയ്തത്. ധാരാളം പേര് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, നിങ്ങളുടെ ക്രിസ്മസ് ഡെക്കറേഷൻ്റെ ഒന്ന് കാണിക്കുമോ. ഞാനിപ്പോൾ താഴോട്ട് പോകുമ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഫ് ഐ എം ഏബിൾ ടു കവർ ഐ ജസ്റ്റ് കവർ ദാറ്റ്. ആൻഡ് എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഐ ജസ്റ്റ് പുട്ട് എ വ്ളോഗ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, ആർ യു ഓക്കെ, വൈ ആർ യു നോട്ട് പുട്ടിങ് വീഡിയോ. ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ, പെർഫെക്റ്റ്ലി ഫൈൻ. പക്ഷേ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ ആലോചിക്കും 24 മണിക്കൂറിന് പകരം ഒരു ദിവസം ഒരു 48 മണിക്കൂർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ടൈം കിട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത്. വാ നമുക്കിപ്പോൾ താഴെ പോയിട്ട് ഡെക്കറേഷൻ കാണാം. സ്റ്റേഴ്സിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ സൈഡിൽ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ ഒന്ന് ഇടണം. ഇതാണ് നമ്മുടെ ട്രീ. കേർട്ടൻ്റെ മുകളിലെല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡെക്കറേഷൻസ് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലണ്ടനിലെ ക്രിസ്മസിൻ്റെ അന്ന് എടുത്ത ഒരു പിക്ചറാണിത്. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. അതിവിടെ വെച്ചു. പിന്നെ അത്രയൊക്കെ തന്നെ, ഇത്ര കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഒരു റീത്ത് പോലത്തെ ആക്ച്വലി ഒന്നും കൂടെ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഈ ഡോറിലാണ് വെച്ചത്. പക്ഷെ ഇപ്പോൾ ഡോറിലൊരു അടയാളമായി, അതുകൊണ്ട് ഇത്തവണ അവിടെ വെച്ചില്ല. ഡോക്ടർ കാശീസ് ഡെൻ്റൽ ക്ലിനിക്കാണ്. ആക്ച്വലി ശാസ്ത്രമംഗലത്ത് അപ്പുറത്തെ സൈഡിലായിരുന്നു. ഇത് പുതുതായിട്ട് അവരുടെ ബിൽഡിങ്ങാണ്, അവരുടെ സ്വന്തം ബിൽഡിങ്ങാണ്. ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവരുടെ ഇൻറ്റീരിയേഴ്സൊക്കെ കാണാൻ. ഞാൻ വന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലീനിങ് ആക്ച്വലി നമ്മളൊരു പ്രായമൊക്കെ കഴിഞ്ഞാൽ വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യമെങ്കിലും പല്ലൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, വല്ല ഡീക്കേ എങ്ങനെ വരാൻ പോകുന്നോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കമ്പൾസറി ആയിട്ടും ക്ലീൻ ചെയ്യണം. എനിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ക്രിക്കറ്റ് ടീത്താണ്, ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന പല്ലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോൾ നമുക്കത് സ്റ്റെയിൻസ് ആവും. അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ടാണ് ഞാൻ പല്ല് ക്ലീനിങ്ങിന് വരും. ഒരു ഏജ് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു 30 ഒക്കെ കഴിഞ്ഞാൽ തന്നെ അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ ക്ലീൻ ചെയ്യണം. ഒരു 40-50 ഒക്കെ കഴിഞ്ഞാൽ വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്യുകയും ഒരു ഡെൻ്റൽ ചെക്കപ്പ് തറോ ആയിട്ട് നടത്തുകയും ചെയ്താൽ വളരെ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് DK ഒക്കെ ആയി മറ്റേ റൂട്ട് കനാൽ ഇതൊക്കെ ചെയ്താൽ പെയിൻഫുള്ളുമാണ്, വളരെ എക്സ്പെൻസീവുമാണ്. അപ്പോൾ
ഒരു റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പൊക്കെ ചെയ്യണമെങ്കിൽ നല്ല എക്സ്പെൻസീവുമാണ്. സോ ഒരു റെഗുലറായിട്ടൊരു ഡെൻറ്റൽ ചെക്കപ്പൊക്കെ ചെയ്ത് കുറച്ച് കെയർഫുള്ളായിട്ടൊക്കെ ഇരുന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. അപ്പം ഞാൻ ഇന്നൊരു ക്ലീനിങ്ങിന് വന്നതാണ്. എനിക്കാണെങ്കിൽ താഴത്തെ പല്ലൊക്കെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇഞ്ചക്ഷൻ വെച്ച് അവിടെ ഒന്ന് നമ്പാക്കിയാലേ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നം. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഒരു മുകളിൽ പോകാൻ ഒരു ലിഫ്റ്റ് ഉണ്ട്, പക്ഷെ ഞാൻ നടന്നു പോവാം. ഡോക്ടർ കാശിയുടെ ക്ലിനിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ തുടങ്ങാൻ പോവാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഡോക്ടർ അമല. ഈ മോള് ചെയ്യുവാണെങ്കിൽ പിന്നെ എനിക്ക് ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് ഞാൻ ഇരിക്കും. താങ്ക് യു. അവിടെ നിന്ന് ഇറങ്ങി ഒന്നുമില്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ്. ജോബും ചോദിക്കും എന്തുവാന്ന്. ഡോക്ടർ കാശിയുടെ ക്ലിനിക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വേദിക. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട 2 സ്ഥാപനങ്ങൾ ഓപ്പോസിറ്റ്. എനിക്ക് വളരെ ഇമ്പ്രസ്ഡായി ഡോക്ടറുടെ ബിൽഡിങ്, സോ നൈസ്. എൻ്റെ പണി കുറേ നാട് നടക്കുന്നുണ്ടായിരുന്നു. ഇവരിങ്ങോട്ട് മൂവ് ഓൺ ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഞാൻ പക്ഷേ ഇന്നാണ് വന്നത്. വേദനയൊന്നുമില്ല, പക്ഷെ ഇവിടെയൊക്കെ കുറച്ച് നമ്പാണ്. 2 hours ശരിയാവും. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇനി വീട്ടിൽ പോയിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ, വിശക്കും. വയറിൽ ഗുളു സൗണ്ട് വരുന്നത് ഞാൻ മറന്നുപോയി. രാവിലെ എല്ലാമൊക്കെ ചെയ്ത് വെച്ചു, ഫ്രൂട്ട്സൊക്കെ വെട്ടി വെച്ചിരുന്നു. ഇന്ന് പൈനാപ്പിളുണ്ട്, വാട്ടർമെലൺ ഉണ്ട്, ഇഡ്ഡലി സാമ്പാർ. ഓസി ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓസിക്ക് കുറച്ച് കപ്പലണ്ടി ബോയിൽ ചെയ്ത് വേണമെന്ന് പറഞ്ഞിട്ട് അത് രാവിലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷാനി ഹൻസും കൂടെ ഇപ്പോൾ ശാന്തിനിയിലോട്ട് പോകാൻ പോവാം. കിട്ടിയോ? ഒരു മരുന്ന് വാങ്ങാൻ പോയത്, എൻ്റെ പാരൻസിൻ്റെ കണ്ണിലൊഴിക്കണ മെഡിസിൻ. 2 കിട്ടി, 1 കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരം മരുന്ന് വാങ്ങിക്കുന്നൊരു കടയാണ് മംഗലത്ത്. അവിടെ നിന്ന് കിട്ടി. ഇനി ഗോ ബാക്ക് ഹോം. മീൻ കറി എടുക്കട്ടെ? ചാളെടുക്ക്. ഇന്ന് ചൂരയാ. ചൂര ഫ്രൈ ആവട്ടെ. ചൂര ഫ്രൈ അല്ലതാ, കേര ചൂരക്കറി കുറച്ചെടുക്കട്ടെ. പോരട്ടെ. അത് ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ദിവസവും ഒന്നും കംപ്ലീറ്റ് ചെയ്യാതെ കടന്നുപോയി. ഇന്ന് എൻ്റെ ഗാർഡനേഴ്സ് വരും. ഇവിടുത്തെ ചെടികളെല്ലാം വളരെ മോശമായിരിക്കുന്നു. കുറച്ച് നാളായി ഇവിടെ ഞാൻ വളം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ യൂറിയ ശകലം ഇട്ട ഈ ചെടി കുറച്ച് നന്നായിട്ട് ബുഷിയായിട്ട് വളരും. ഒരുപാട് നാളായി. ഈ അടുത്ത് നമ്മൾ സ്ഥിരം വളം വാങ്ങുന്ന കടയിൽ പോയിട്ട് അതൊന്നും കിട്ടിയില്ല. അവരുടെ വീട്ടിൽ ക്ലീനിങ്ങിന് പോകുന്നു. ഇന്ന് അവരുടെ ജോലിക്കാരി വരും. ടാറ്റാ. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? വലിയ ഇഷ്ടം.
ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് ഷീബ, ഞാൻ പണ്ട് എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ ആദ്യമായിട്ട് നാപ്പി ക്ലോത്ത് അമ്മു ജനിച്ചു കഴിഞ്ഞപ്പോൾ നാപ്പി ക്ലോത്ത് മടക്കാനായിട്ട് അതൊക്കെ മടക്കാനൊരു രീതിയുണ്ട് കേട്ടോ. അതിനെ ആദ്യമായിട്ട് പഠിപ്പിച്ച് തന്ന ഷീബയാണ്. ഷീബ ട്രിവാൻഡ്രത്ത് കിച്ചുവിൻ്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്ന പട്ടം വൃന്ദാവൻ ഗാർഡൻസ് എന്നൊരു ഹൗസിങ് കോളനി ഉണ്ട്. അവിടെയായിരുന്നു ഷീബയുടെ വീട് അവിടെയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചുള്ള എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് ഷീബ ഇപ്പോൾ മാവേലിക്കരയിൽ താമസിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ ട്രിവാൻഡ്രം വിമൻസ് ക്ലബ്ബിൽ നടന്നൊരു എക്സിബിഷനിൽ ഷീബയുടെ സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരാ കൊറിയർ അവിടെ വെച്ചേക്കോ, ഞാൻ എടുക്കാം. വെച്ചേ. OTP ആരുടെ പേരില? ഇഷാനി, ഒരു OTP ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ തുടങ്ങിയ ഒന്നും പറ്റത്തില്ല. ഒരു മിനിറ്റ്. എൻ്റെ ക്യാമറ എടുത്ത് ഞാൻ അങ്ങോട്ട് ഓൺ ചെയ്ത് എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയ ഏത് വഴിയിൽ കൂടെയൊക്കെയാണ് എനിക്ക് പാര വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് ഒരാഴ്ചയായിട്ട് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഒരു വ്ളോഗാണ്. എവിടെയും എത്തിക്കാൻ പറ്റിയില്ല. എന്നും തുടങ്ങും. പിന്നെ ഐ ഷുഡ് ലേൺ ടു ബി ആക്ച്വലി സെൽഫിഷ്. ഐ എം ജസ്റ്റ് നോട്ട് സെൽഫിഷ്, ഐ ഷുഡ് ബി സെൽഫിഷ്. എല്ലാവർക്കും വേണ്ടി ചെയ്ത് ഐ എം ലൈക്ക് drained, fully drained out, really drained out. എൻ്റെ ഈ വ്ളോഗിൽ ഒന്നും ഒരു കണ്ടിട്ടില്ല. നാളെ രാവിലെ എന്തെങ്കിലും ഞാൻ കുക്ക് ചെയ്യണോ, എന്തെങ്കിലും ഇവിടെ എടുത്തിട്ട് നാളെ ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ, നാളെ എന്തായാലും ഞാൻ എന്തെങ്കിലും പൊട്ടത്തരമെങ്കിലും എടുത്തിട്ടിട്ട് ഐ ഫിനിഷ് ദിസ് വീഡിയോ. കുറച്ച് ദിവസം മുമ്പ്, ഓൾമോസ്റ്റ് ഒരു 5 ദിവസം മുമ്പ് അമ്മുവിൻ്റെ കൂടെ ഇവിടെ പോത്തി സ്വർണ്ണമഹാൾ എന്ന് പറഞ്ഞ ജ്വല്ലറി ഷോപ്പിൽ ഒരു കൊളാബിൻ്റെ ഒരു ഷൂട്ടിന് ഞങ്ങൾ അമ്മുവിൻ്റെ റീൽ ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു. വെരി സ്പേഷ്യസ് ആണ്. ഷോപ്പ് ഇസ് ലൈക്ക് റിയലി സ്പേഷ്യസ്. ആൻഡ് അവിടെ വെച്ചെടുത്ത കുറച്ച് ക്ലിപ്പിങ്സ് എൻ്റെ ഗാലറി കിടപ്പുണ്ട്. ഞാനിങ്ങനെ വെറുതെ അമ്മ ഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് വന്നപ്പോൾ ജ്വല്ലറി ഒക്കെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു രസത്തിന് വേണ്ടി ഇങ്ങനെ എടുത്തതാണ്. എൻ്റെ ഗാലറി കിടപ്പുണ്ട്. അപ്പോൾ അത് വെറുതെ അവിടെ കിടന്നാൽ അത് ഞാനിപ്പോൾ അങ്ങ് ഡിലീറ്റാക്കി കളയാൻ വെറുതെ പോകും. ഞാൻ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരട്ടെ. വാ, അത് കണ്ടിട്ട് വരാം. അപ്പോൾ ദാറ്റ് ഇസ് ദാറ്റ്. എനിക്ക് ജ്വല്ലറിയുടെയൊക്കെ ഇതുപോലെയുള്ള ഷൂട്ട്സിനൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെ പോകാനും അവിടെ ഇരിക്കാനും അതൊക്കെ കുറച്ചിങ്ങനെ വിഷ്വൽസ് കവർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇന്ന് വൈകുന്നേരം ഹൻസുവിൻ്റെ കൂടെ പോയിരുന്നു. ഇന്ന് കുറേ നാളിന് ശേഷം മഴ പെയ്തു. ഇന്നൊക്കെ പകൽ ചൂട് നമ്മൾ പറയുമായിരുന്നേ. മഴ പെയ്തു. ഇന്ന് ഞാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഹൻസുവിൻ്റെ ഷൂട്ടിന് വന്നപ്പോൾ കിച്ചു ആദ്യമായിട്ട് സീരിയലിൽ അഭിനയിക്കുന്നത്. ഞാൻ കിച്ചുവിനെ പരിചയപ്പെടുന്നതിനൊക്കെ ഒരുപാട് നാൾ മുമ്പ്, മേ ബി 1991 സംതിങ്. ഇത് ന്യൂസ് റീഡർ ആയതായത് 1989, ദിസ് ഐ തിങ്ക് 91 സംതിങ്. മാധവൻ സർ എന്ന് പറഞ്ഞിട്ടുള്ള നെടുമുടി വേണുചേട്ടൻ അഭിനയിച്ച ഒരു സീരിയലിലാണ് കിച്ചു ആദ്യമായിട്ട്. അതിങ്ങനെ ഒത്തിരി എപ്പിസോഡ്സാണ്. ഓരോ എപ്പിസോഡ്സിലും ഓരോരുത്തരുടെ കഥയായിരിക്കും. അതിൽ കിച്ചു ഹീറോ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിൽ കിച്ചുവിൻ്റെ പാർട്ട്ണറായിട്ട് അഭിനയിച്ച ഓൾ സെയിൻസിൽ എൻ്റെ ഒരു ക്ലാസ് സീനിയറായിട്ട് പഠിച്ച മഞ്ജുഷ ഇവിടുത്തെ കലാതിലകമൊക്കെ ആയിരുന്നു. മഞ്ജുഷയായിരുന്നു അന്ന് ആ സീരിയലിൽ കിച്ചുവിൻ്റെ പാർട്ട്ണറായിട്ട് ആക്ട് ചെയ്തത്. അപ്പോൾ മഞ്ജുഷയും സിസ്റ്ററും ട്രിവാൻഡ്രം ക്ലബ്ബിൽ സ്റ്റേ ചെയ്തിരുന്നു. ഇങ്ങനെ അവരെ കണ്ടു. അപ്പോൾ ഹൻസുവിൻ്റെ ഷൂട്ട് നടന്ന അത്രയും നേരം ഞാൻ മഞ്ജുഷയുടെ അനിയത്തിയുടെ കൂടെയും പോയിരുന്നു. കുറേ നേരം പഴയ കാര്യങ്ങൾ അതും ഇതൊക്കെ സംസാരിച്ച് നല്ല രസമായിരുന്നു. ആരെങ്കിലുമൊക്കെ പരിചയക്കാരെ പഴയ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓൾ സെയിൻസ് കോളേജിൽ ഈ കലാതിലകമായ കുട്ടികളുടെയൊക്കെ വലിയ ട്രോഫീസ് വെച്ചിട്ടുണ്ടാവും. മഞ്ജുഷയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അതേ കോളേജിൽ, ശ്രീലക്ഷ്മി എൻ്റെ ജൂനിയറായിരുന്നു. ശ്രീലക്ഷ്മി ഒരു കലാതിലകമായിരുന്നു. ശ്രീലക്ഷ്മി ഞങ്ങളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇതുപോലെ ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വലിയ ഇവർക്ക് കിട്ടുന്ന ട്രോഫികൾ വെച്ചിട്ടുണ്ടാവും. നമ്മൾ നോക്കും, കൊള്ളാമല്ലോ ഈ പിള്ളേരെ. അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു മഞ്ജുഷയൊക്കെ ഭയങ്കര കലാപരമായിട്ട് സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ എത്തും. അപ്പോൾ ഇന്നിങ്ങനെ മഞ്ജുഷയോട് പറയുന്നത്, മഞ്ജുഷയൊക്കെ ആ ഒരു കറക്റ്റ് ടൈമിൽ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യണമായിരുന്നു, ഇൻഡസ്ട്രിയിൽ എങ്ങനെയെങ്കിലും നിൽക്കണമായിരുന്നു. അപ്പോൾ മഞ്ജുഷ ഐ ഹോപ്പ് ഷീ കംസ് ഇൻ. മഞ്ജുഷ ഭയങ്കര ടാലൻറ്റഡ് ആയിരുന്നു. മഞ്ജുഷയുടെ പ്രോഗ്രാംസൊക്കെ കോളേജിലുള്ളപ്പോൾ ഞാനൊക്കെ അവിടെ ഫ്രണ്ട് റോയിൽ പോയിരുന്ന് കാണുമായിരുന്നേ.
ഭരതനാട്യം, കുച്ചിപ്പുടി, അത് ഇത്, കഥകളി, പിന്നെ ഫോക്ക് ഡാൻസ്, ഈവൻ ഇത് ഫാൻസി ഡ്രസ്സിനൊക്കെ തന്നെ ഒത്തിരി അവാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. വെരി ടാലൻറ്റഡ്. അവരൊക്കെ എന്തെങ്കിലും ഇതുപോലെ സിനിമയിലോ സീരിയലിലോ അതുപോലെയൊക്കെ വന്നെങ്കിൽ നല്ലതായിരുന്നു. കുറേ നേരം സംസാരിച്ചു മനുഷ്യർ. നമ്മുടെ കാറ് ഓസിയെ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു. ഓസി ഇവിടെയായിരുന്നു. അപ്പോൾ ഓസിയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് കാറെത്തി. അപ്പോൾ ഇന്ന് എൻ്റെ പാരൻസ് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വീട് ക്ലീൻ ചെയ്യാനായിട്ട് മെയ്ഡ് വന്നു. വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് വന്നു. എല്ലാവരും ഉണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. ഇനി ഞാൻ എൻ്റെ ഇന്നത്തെ രാത്രി ഡിന്നർ കാര്യങ്ങളെല്ലാം ഒന്ന് പോയി സെറ്റാക്കട്ടെ പിള്ളേർക്ക്. അമ്മു കൊച്ചിയിലാണ്. അമ്മു വിൽ കം ഇൻ 2-3 days time. ടുമോറോ സൺഡേ. ടുമോറോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആസ് യൂഷ്വൽ ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി. ബിരിയാണിയിലൊന്നും പോകില്ല. അതാകുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പണി ചെയ്യണം. ഗീ റൈസും ചിക്കൻ കറി ആകുമ്പോൾ കുറച്ച് ഈസിയാണ്. അത്രയും തന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നാളെ രാവിലെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കൊച്ചു വർത്തമാനം തുടങ്ങി നമുക്ക് അവിടെ അവസാനിപ്പിച്ച് നമുക്ക് ഈ വ്ളോഗ് തീർത്തിട്ട് ഞാൻ എൻ്റെ വ്ളോഗ് ഇടാം. എൻ്റെ വ്ളോഗ്സ് മിസ് ചെയ്യുന്ന ധാരാളം പേര് ഞാൻ കുറച്ച് മുന്നേ എൻ്റെ വീഡിയോയിൽ പറയുന്നത് മരുകളോ എന്ത് പറ്റി വയ്യായിനോ കുട്ടിങ് വീഡിയോ എന്താ ഇടാത്ത ചെയ്യുന്നുണ്ട്. ഇടാൻ പറ്റാത്തത് ഞാൻ പെട്ട് കിടക്കുവാണ്. അതാണ് ഇടാൻ പറ്റാത്തത്. സോ നാളെ എന്തെങ്കിലും കൂടെ ഇട്ടിട്ട് നമുക്കിടാം. ഓക്കെ, സോ ഗുഡ് നൈറ്റ് ഫോർ ടുഡേ. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും നടക്കുമോ ഇവിടെ നിന്ന് അറിഞ്ഞൂടാ. ഒന്നും ഇൻട്രസ്റ്റിംഗ് നടക്കാത്തതുകൊണ്ടാണ് വീട്ടിലൊന്നും ഒന്നും ഞാൻ എടുക്കാത്തത്. സോ സീ യു ടുമോറോ മോർണിംഗ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞങ്ങളുടെ വീട്ടിലെ പൂച്ചകൾ എന്നും രാത്രി ഈ കാറിൻ്റെ ഈ ബോണറ്റിലെല്ലാം കയറി ഫുള്ള് വൃത്തികേടാക്കി വെക്കും കേട്ടോ. ഈ അതിനെന്തെങ്കിലും എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ? ഈ പൂച്ച കാറിൻ്റെ മുകളിൽ കയറി സ്ക്രാച്ച് ആക്കുന്നത്. ഇത് നോക്കിയേ, ഇത് കഴുകിയില്ല. നോക്കിയേ, കാറെല്ലാം സ്ക്രാച്ച് ആക്കി വെക്കുന്നു ഈ പൂച്ച. എന്ത് ചെയ്യാന്നാലും ഇതേ പൂച്ചയുടെ ഒക്കെ അതായത് ഈ കാറിന് കഴുകണം. എന്നും കാറിൻ്റെ പുറത്ത് അവരുടെ ഗുസ്തിയാണ് രാത്രി. ഭക്ഷണമൊക്കെ റെഡിയായി. ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി, കട്ട് കോപ്പി പേസ്റ്റ് ഫുഡ്. ഓസിയൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ വരും. നീയാണോ കാറ് വൃത്തികേടാക്കിയ? ആഹാ, ഓർക്കിഡിൽ മഞ്ഞപ്പൂവുണ്ട്. ഈ ചെടി എനിക്ക് തന്ന ചേച്ചിയെ മുത്തൂരിലെ സുശീല ചേച്ചിയെ ഇന്നലെ ഞാൻ കണ്ടു ക്ലബിൽ വെച്ചിട്ട്. എനിക്ക് 2 വെറൈറ്റി ഉണ്ട്. ഇതുകൊണ്ട് ഇതിലൊരു വയലറ്റ് പൂവാണ് പൂക്കുന്നത്. ഓർക്കിഡിന് വേണ്ടി ചെയ്യേണ്ട ഒരു കെയറും എനിക്ക് അറിയത്തുമില്ല, ഒന്നും ചെയ്യാറുമില്ല. അതൊക്കെ താനെ ഓർഗാനിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകും. നല്ലൊരു മഴ പെയ്തത് കൊണ്ട് മണ്ണെല്ലാം നല്ല നനഞ്ഞ് കിടക്കുക. നല്ല ഗാർഡനേഴ്സിലൊന്ന് പുല്ലൊന്ന് വെട്ടി, അല്ലെങ്കിൽ നല്ല ഹൈറ്റിൽ വളരണമായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഇടയ്ക്ക് പോയി അടുത്ത് 1-2 പ്രാവശ്യം കുഞ്ഞു പാമ്പിനെ കണ്ടായിരുന്നു. സോ ലൈക്ക് പുല്ല് വെട്ടിയോണ്ട് ഇനിയിപ്പോൾ കുറച്ച് സേഫാണ്, നമുക്കെല്ലാം കാണാമല്ലോ. ജാമ്പയ്ക്ക സീസണൊന്നും അല്ല, കുറേ നാളായി ഒന്നുമില്ലല്ലോ. ഈ അടുത്ത് മുരിങ്ങയെല്ലാം ട്രിം ചെയ്തായിരുന്നു. അതിനുശേഷം വന്നത് നോക്കിയേ, അടിപൊളി ഫ്രഷ് ഇല. എൻ്റെ ഒരു ഫേവറേറ്റ് ബോഗൻവില്ലയാണ് ഇവിടുത്തേത്. ഡബിൾ കളർ, പിങ്കും വൈറ്റും കൊള്ളാം. ഈ അടുത്തൊക്കെ ധാരാളം ആക്സിഡൻറ്റ്സ് നടന്നു. കുറേ മെഡിക്കൽ സ്റ്റുഡൻസ് ഒരു ഇന്നോവയിൽ പോയിട്ടൊരു ബസ്സുമായിട്ട് കൂട്ടിമുട്ടി കുറേ കുട്ടികൾ മരിച്ച ഒരു ആക്സിഡൻറ്റ്. വെരി സാഡ്. മെഡിക്കൽ സ്റ്റുഡൻസ് 6 കുട്ടികളെന്തോ മരിച്ചു. വെരി വെരി സാഡ്. ഇപ്പം നമുക്കിപ്പോൾ ആക്സിഡൻറ്റ്സ് ഒക്കെ നമുക്ക് കൂടുതലും അത് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലായിടത്തും CCTV ഉണ്ട്. ഇപ്പോൾ ധാരാളം സ്ഥാപനങ്ങളിലും വീടുകളിലും റോഡിലും എല്ലാം CCTV ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ടുള്ള വിഷ്വൽസ്. പണ്ടൊക്കെ നമ്മൾ ആ പേപ്പറിൽ ജസ്റ്റ് ആ ഒരു ആക്സിഡൻറ്റിന് ശേഷമുള്ളൊരു പിക്ചർ അതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നു. പ്ലസ്സും ഉണ്ട്, അതനുസരിച്ച് മൈനസും ഉണ്ട് എല്ലാത്തിനും. വെരി സാഡ്. കാരണം ആ ഒരു വിഷ്വലൊക്കെ ആ ഒരു ഫാമിലി മെമ്പേഴ്സിനൊക്കെ കാണുമ്പോൾ ഇറ്റ് ബി ലൈക്ക് സോ ഹാർട്ട് ബ്രേക്കിംഗ്. വീണ്ടും എപ്പോഴും TV യിൽ കാണിക്കുന്നുണ്ടല്ലോ. പ്ലസ് തന്നെയാണ് CCTVs ധാരാളം ഉള്ളപ്പോൾ
ഇറ്റ്സ് ഓൾവേസ് എ പ്ലസ് ഉള്ളി. അതിന് വെരി സാഡ്. എല്ലാവരും കുറച്ചുകൂടെ റോഡ് റൂൾസ് കുറച്ചുകൂടെ പാലിക്കുകയും എല്ലാവരും ഒന്ന് പതുക്കെ വണ്ടി ഓടിക്കുകയും റാഷ് ഡ്രൈവിംഗ് ഒന്നും ചെയ്യാതിരിക്കുകയും എല്ലാവരും എവ്രിബഡി ഓൺ ദ റോഡ് നമ്മുടെ സേഫ്റ്റിയേക്കാൾ അപ്പുറത്തുള്ളവരുടെ സേഫ്റ്റിയും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചിന്തിച്ച് പതുക്കെ. ഞാൻ എപ്പോഴും എൻ്റെ വണ്ടി പോകുമ്പോൾ ഞാൻ ഡ്രൈവേഴ്സിനോട് പറയും പതുക്കെ ഓടിക്കും, ഒരു ധൃതിയില്ല. നമ്മൾ സ്പീഡിൽ പോയാലും സിറ്റിക്കകത്തൊരു 5 മിനിറ്റ് വ്യത്യാസത്തിലെത്തും. പതുക്കെ ഓടിക്കുക. നമ്മൾ വളരെ സ്ലോയിലൊക്കെയാണ് നമ്മൾ പോകണമെങ്കിൽ എപ്പോഴും നമുക്ക് കൺട്രോൾ. ഇപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് അല്ല, ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടിയുടെ ഒരു മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും സ്പീഡ് വണ്ടിക്ക് കുറവാണെങ്കിൽ ആ ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആഘാതം എന്തായാലും കുറഞ്ഞിരിക്കും. നമുക്കൊരു ആ സിറ്റുവേഷൻ നമ്മൾ കുറച്ചുകൂടി സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ, ഏതൊരു ഡ്രൈവറും കുറച്ച് സ്ലോയിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അവർക്ക് ഒരു ആക്സിഡൻറ്റ് നടക്കാൻ പോകുമ്പോൾ ആ സിറ്റുവേഷന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒന്ന് തിരിക്കുകയോ പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇച്ചിരി കൂടെ സ്ലോ ആണെങ്കിലേ അത് പറ്റൂ. എപ്പോഴും നമ്മൾ ഇച്ചിരി സ്പീഡ് കൂടുതലാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നടക്കുന്നതെല്ലാം ഫ്രാക്ഷൻ ഓഫ് ഒരു 1 or 2 സെക്കൻഡ്സിലായിരിക്കും നടക്കുന്നത്. കുറച്ചുകൂടെ സ്ലോ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് കൂടുതലുണ്ടാവും. കാർ ഓടിക്കുന്ന, വണ്ടി ഓടിക്കുന്ന, ഏത് തരം വാഹനങ്ങൾ ഓടിക്കുന്നവരും കുറച്ചുകൂടെ എപ്പോഴും നമ്മൾ ആ മനസ്സിൽ ആ ചിന്ത വേണം. ലൈക്ക് ഐ ഷുഡ് ബി കെയർഫുൾ, ഞാൻ പതുക്കെ തന്നെ പോകണം, ഞാൻ കാരണം എൻ്റെ വണ്ടിക്കോ അല്ലെങ്കിൽ എതിരെ വരുന്നൊരു വണ്ടിക്കോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് തന്നെ വണ്ടികൾ ഓടിക്കണം. നമ്മൾ റോഡിൽ കുഴി, റോഡിൽ അത് ഇത് അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പല ആക്സിഡൻറ്റ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആക്സിഡൻറ്റ്സ് കുഴിയൊന്നും ഉള്ള റോഡിലല്ല, നല്ലപോലെ കിടക്കുന്ന പ്രോപ്പറായിട്ടുള്ള റോഡിൽ തന്നെയാണ് ഈ പല ആക്സിഡൻറ്റ്സ് നടന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ റോഡിനെയോ റോഡിൻ്റെ കുഴിയോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും കുറച്ചുകൂടെ ആ ഒരു ലൈഫിൽ ആ ഒരു ഫാസ്റ്റ്നെസ്, ആ സ്പീഡുണ്ടല്ലോ, അത് ഇച്ചിരി കൂടെ ഒന്ന് കുറച്ച് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ലേറ്റ് ബാക്ക് ആയാൽ നമുക്ക് ഐ തിങ്ക് വി ക്യാൻ അവോയ്ഡ് ലോഡ് ഓഫ് ആക്സിഡൻറ്റ്സ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാവരോടും പിള്ളേരോടെല്ലാം പറയും, ഒന്ന് പതുക്കെ പോകണേ, പതുക്കെ വണ്ടി സ്പീഡിൽ ഓടിക്കരുത്. 2 വീലറിലൊക്കെ തന്നെ പോകുമ്പോൾ എല്ലാവരും പറയും ഒന്ന് പതുക്കെ ലൈക്ക് ജസ്റ്റ് ഗോ സ്ലോ. ഒരു റേസിന് പറ്റിയ ഒരു എൻവയോൺമെൻ്റ് അല്ലല്ലോ നമ്മുടെ ചുറ്റും. ആൻഡ് എത്ര ഞാൻ അടുത്ത് കണ്ട മറ്റൊരു വീഡിയോ, 2 പേര് 2 വീലറിൽ സൈഡിൽ പാർക്ക് ചെയ്ത് സംസാരിച്ച് നിൽക്കുമ്പോൾ ഒരു കാറ് വന്നിട്ട് അത് ഒരാളെ ഇടിച്ചിട്ടിട്ടങ്ങ് പോയി. ആൾക്ക് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ അറിഞ്ഞൂടെ, ഞാൻ പിന്നെ അത് കണ്ടില്ല. പക്ഷെ ദാറ്റ്സ് ഓൾ വെരി വെരി സാഡ്. ഇപ്പോൾ ആ കാറിൽ വന്ന ആൾ ഇച്ചിരി കൂടെ സ്ലോയിലാണ് വന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ നടക്കത്തില്ലായിരുന്നു. പിന്നെ ആ ബൈക്കിൽ പാർക്ക് ചെയ്യുന്ന സംസാരിച്ചിട്ട് മേ ബി ഇച്ചിരി കൂടെ നിർത്താനും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവരും കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആവണം കേട്ടോ. കുറച്ചുകൂടെ ഐ വിഷ് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് എല്ലാവരും സ്ലോ ആയിട്ടൊക്കെ വണ്ടി ഓടിച്ചാൽ ഇറ്റ് ബി റിയലി ഗുഡ്. പുറത്തെന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ, ഞാൻ ആരും നോക്കട്ടെ. രണ്ടു ദിവസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീരീസാണിത്. വരുൺ ധവാൻ പിന്നെ സമാന്തയൊക്കെ ഉള്ള സിറ്റാഡൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ. ഇറ്റ്സ് നൈസ്, ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. എപ്പോഴും എന്തെങ്കിലും ഒരു സീരീസ് കാണാനുണ്ടെങ്കിൽ അതുപോലെ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രീ ടൈം കിട്ടി ഇങ്ങനെ ഒന്നൊന്ന് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ വെറുതെ ഞാൻ ന്യൂസ് കണ്ടുപോകൊണ്ടിരിക്കും. ഇതാകുമ്പോൾ എന്തെങ്കിലും സീരീസ് കണ്ടുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് അതിൻ്റെ ഒരു അര എപ്പിസോഡൊന്ന് കണ്ടിട്ട് നിർത്താമല്ലോ. അപ്പോൾ ഇത് ഞാൻ തുടങ്ങി, ഇതിപ്പോൾ ഞാൻ 4th or 5th എപ്പിസോഡായി. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. എനിക്കിഷ്ടപ്പെട്ട വെർജിൻ റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. അത് ഈ മാസം 19th മറ്റോ റിലീസാവും. വെയിറ്റിംഗ് ഫോർ ദാറ്റ്. പിന്നെ ഞാൻ അങ്ങനെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന അങ്ങനെ വേറെ ഒന്നുമില്ല. ഐ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ് സീരീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ ഇപ്പോൾ തിയേറ്ററിൽ ഒരുവിധം കുറച്ച് നാൾ മുമ്പ് വന്ന എല്ലാ സിനിമകളും ഞാൻ കണ്ടിരുന്നു കേട്ടോ. എല്ലാം കണ്ടു. അമ്മൂൻ്റെ കൂടെ പോയി ഏകദേശം കുറേ സിനിമകൾ കണ്ടു. ഞാൻ പറയാം, നമ്മൾ രാത്രിയാകുമ്പോൾ നമുക്ക് സിനിമയ്ക്ക് അങ്ങ് പോകാം. രാത്രി ഒന്ന് സിനിമയ്ക്ക് തിയേറ്ററിൽ പോയി 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ സിനിമ കണ്ടതുമായി എനിക്കത് റിലാക്സേഷനുമായി. ഇപ്പോൾ ജോബിൻ ഓസിയെയും കൊണ്ടൊക്കെ വരും, ഓസി അശ്വിനൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് അപ്പച്ചിക്ക് കൈ ഡ്രസ്സ് ചെയ്യാൻ എന്നും ഹോസ്പിറ്റലിൽ പോകണം. അപ്പച്ചി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകും. പിന്നെ എല്ലാവരും വരും, ഭക്ഷണം കഴിക്കും. അത്രയൊക്കെ തന്നെ. നമ്മുടെ ഈ വ്ളോഗ് ഇവിടെ നിർത്തിയാലോ? 20 മിനിറ്റുണ്ടോ 25 മിനിറ്റുണ്ടോ ഉള്ളൂ. നോക്കാം. നമുക്ക് ഓസിയൊക്കെ വരുമ്പോൾ അവരുടെയും കൊണ്ട് 2 വിഷ്വലും കൂടി എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ കുട്ടി വ്ളോഗായിട്ട് നമുക്കങ്ങ് എൻഡ് ചെയ്യാം. ഈ വ്ളോഗിന് ഞാൻ എന്ത് പേരിടും?
എന്ത് പേരിടും? ഒരാഴ്ചത്തെ ഫുട്ടേജസ് ഉണ്ട് എൻ്റെ ഈ വീഡിയോയിൽ. ഒരാഴ്ച ഞാനിങ്ങനെ ഓരോന്നെടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇട്ടേക്കുന്നതായതെല്ലാം. ഐ ഹാവ് ടു റിയലി ഗോ സംവേ കേട്ടോ. എനിക്കിപ്പോൾ നല്ലപോലെ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ തന്നെ ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോൾ എനിക്കിങ്ങോട്ട് പറ്റുന്നില്ല, ഒരു മൂഡ് വരുന്നില്ല. കാരണം സെയിം ഐറ്റമാണ് ഞാൻ എപ്പോഴും ആക്കുന്നത്. ഇനി എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഐ തിങ്ക് ഐ ക്യാൻ ഷെയർ ദാറ്റ് വിത്ത് യു ഓൾ. പോസിയൊക്കെ വന്നോന്ന് പോയി നോക്കട്ടെ. ജോബിന് അപ്പച്ചയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പോസി അശ്വിനെല്ലാം എത്തി. ഇനി ലഞ്ചൊക്കെ അവർക്ക് സെർവ് ചെയ്യണം. ഇന്നലെ മഴയൊക്കെ പെയ്ത് നന്നായിട്ട് മഴ പെയ്തു. അതുകൊണ്ട് ഇന്ന് വളരെ കൂളാണ്. ബട്ട് ഇറ്റ്സ് എ വെരി ബ്രൈറ്റ് സണ്ണി ഡേ ഓൾസോ. നൈസ്. നല്ല മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ പിന്നെ ഡസ്റ്റ് എല്ലാം അങ്ങോട്ട് പോയിട്ട് പിന്നെ ഗാർഡനിലൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു മണമാണ്. നല്ല ഫ്രഷ് മഴ പെയ്ത ആ മണ്ണ് ഫസ്റ്റ് ഇങ്ങനെ നനയുമ്പോൾ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മണം. ഞാൻ പിള്ളേർക്ക് പോയി ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കട്ടെ. ഹാൻസ് ഇപ്പോഴാണ് ഉറക്കം എണീറ്റ് വന്നത്. എന്നിട്ട് പറയും, അയ്യോ എനിക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ലേറ്റായല്ലോ. ലഞ്ച് ടൈമായി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്ന് സ്കിപ്പിംഗ് ആണ്. അപ്പം ഞാൻ പോയി അവർക്ക് ലഞ്ചൊക്കെ എടുത്ത് കൊടുക്കട്ടെ. ഈ ഡോളിൻ്റെ കൂടെ ഒന്ന് കിടക്കുന്നത് അത് ബ്രീത് ചെയ്യുന്നുണ്ടോ? ഐ ലൈക്ക് യുവർ ഡോൾ. എവിടെ നിന്നാ ഇത്? ഇഷാനിയ. ഇന്ത്യൻ ആണോ? ഇറ്റ്സ് നൈസ്. അടിയിലൊന്നും പിടിച്ചോ. ഓ എന്തും വേണം. ആശാനെ കുളിപ്പിച്ചെടുക്ക്. ഒരെണ്ണം കൂടെ മിസ്സിംഗ് ആണ്. കൂടെ ആവുമ്പോൾ കംപ്ലീറ്റ് ആവും. ഞാൻ ടേസ്റ്റ് ചെയ്തില്ല കേട്ടോ. എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. കുറച്ച് സാലഡിൻ്റെ ആ മുളക് നമ്മൾ ചൂടോടെ കഴിക്കണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. രക്ഷയില്ല. സൺഡേ സമയം പ്രമാദമാ. സൂപ്പറാ. കയ്യിൽ തന്നെ ഇത് നേത്ത് നമ്മുടെ കുമാരകോവിൽ പോണത് എല്ലാം ഒരു കാരണമാത്താ. സത്യമായിട്ട് പോകാം. എന്താ ഇഷ്ടം നോൺ വെജില്? ചിക്കൻ, മട്ടൻ, ബീഫ്? എനിക്ക് അത് അങ്ങനെയൊന്നുമില്ല. ഫിഷ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലേ? ധൈര്യമില്ലേ? ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ആക്ച്വലി നോൺ വെജിൽ ഫിഷാണ് ആക്ച്വലി ഹെൽത്തിനൊക്കെ നല്ലത്. നല്ല ഫിഷ് കിട്ടിയാൽ നല്ലത്. ഞാൻ ശീലിച്ചിട്ടില്ല. അത് കൊച്ചിലേ കഴിക്കണമായിരുന്നു. കൊച്ചിലെ തൊട്ട് ഇറച്ചി കഴിക്കുമായിരുന്നു? ഇല്ല, 8ാം ക്ലാസ്സിൽ ആദ്യത്തെ വിഭവം നല്ല ബട്ടർ ചിക്കൻ ആദ്യം കഴിച്ചു. ആദ്യം എന്ത് നോൺ വെജാ കഴിച്ചിട്ടുള്ളത്? ബട്ടർ ചിക്കൻ. ഫ്രണ്ട്സ് വല്ലതും തന്നോ? ഇല്ല, ഞാനായിട്ട് ഓർഡർ ചെയ്ത് എന്നാലും ഒരു ദിവസം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു ദിവസം ആകി കളയാന്ന് വിചാരിച്ചു. അങ്ങനെ ബട്ടർ ചിക്കൻ കഴിച്ചു. ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ എന്തൊരു പുതുമ.
പിന്നെ ബട്ടർ ചിക്കൻ ഒന്നും ആക്കാൻ എനിക്കറിയത്തില്ല. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ അതോട് നോൺ വെജോട് അത്ര ക്രേസൊന്നും ഒന്നുമില്ല. പക്ഷേ ഓപ്പൺ ഹൗസിൽ എൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഒരു നല്ല ഒരു ചില്ലി ചിക്കൻ കിട്ടും. നിങ്ങളുടെ സ്കൂൾ ഏതാ? ചിന്മയ വിദ്യാലയം. ഓപ്പൺ ഹൗസിന്റെ അപ്പുറത്തുള്ള അമ്മു അവിടെ പണ്ട് എൻട്രൻസ് എഴുതാൻ വന്നിട്ടുണ്ട്. തന്നെ? ആ, എഞ്ചിനീയറിംഗിന്റെ ഏതോ ഒരു എൻട്രൻസ് എക്സാം അവിടെയായിരുന്നു കേട്ടോ. ആ HNC-യുടെ അടുത്ത്. അവിടെ നിന്ന് കാണുന്നത് അതായിരുന്നു സ്കൂളല്ലേ? പക്ഷെ ആ സ്കൂളിന് കോമ്പൗണ്ട് ഇല്ലല്ലോ, ഉണ്ടോ? ഒരു മുടുക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഗ്രൗണ്ട് ഒക്കെ ഉണ്ടോ സ്കൂളിന്? ഇല്ല, സ്കൂളിലെ ഗ്രൗണ്ടിൻ്റെ അത്രേ ഉള്ളൂ. അല്ല, സ്കൂളിന് ഗ്രൗണ്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഓടാനൊക്കെ എവിടെ പോകും? ഓടൂല. ഓടല്ലേ? അല്ല, നിങ്ങൾക്ക് സ്പോർട്സ് ഒക്കെ അത് വേറെ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയിക്കും. സെൻട്രൽ സ്റ്റേഡിയം കൊണ്ടുപോയിക്കും. അങ്ങനെയാണോ? ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആ പിള്ളേർ, ആ സ്കൂളിലെ പിള്ളേർ എന്ത് ചെയ്യും ഗ്രൗണ്ടിന്. അപ്പോൾ ഇനി ഡിസ്റ്റർബ് ചെയ്യണ്ട, കഴിച്ചോളൂ. എൻജോയ് യുവർ ലഞ്ച്. ഓസി അവിടെ മിസ്റ്റർ ബീൻ കാണാൻ പോകുന്നു. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് ഓസി പോസ്റ്റ് ചെയ്തത്. ഓസി ഓൺ ചെയ്തോ? മിസ്റ്റർ ബീൻ ഇട്ടോളൂ. പണിയെല്ലാം കഴിഞ്ഞു. ഞാൻ കുറച്ച് ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് കുളിക്കാൻ പോകാമെന്ന് വെച്ചു. ഇഷാനി എനിക്കൊന്ന് മസാജ് ചെയ്ത് തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷെ ഇഷാനി അവിടെ ഏതോ ഒരു ഹൊറർ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇഷാനി വെറുതെ ഇഷാനിയെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ഞാൻ തന്നെ സ്വന്തമായിട്ട് മസാജ് ചെയ്യും. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് മസാജ് ചെയ്യുന്ന 2 പേര്, ഒന്ന് ഇഷാനി, പിന്നെ ഞാൻ. നമുക്ക് നല്ല ഫിംഗേഴ്സാണ്, ഞങ്ങളുടെ ഫിംഗേഴ്സ് വെച്ചിട്ടിങ്ങനെ അടിപൊളിയായിട്ട് മതി. ഒരുപാട് നാളായി ഞാനിവിടെ സ്ഥിരം വീട്ടിലാക്കുന്ന എണ്ണ തീർന്നിട്ട് ഒരുപാട് നാളായി. അതിങ്ങനെ ആക്കാതായിട്ട് പണ്ട് ഡാഡിയുടെയൊക്കെ വീട്ടിൽ അവർ തന്നെ എണ്ണ തേങ്ങ ഉണക്കി ആട്ടി എണ്ണയാക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എണ്ണ തരുമ്പോൾ എനിക്ക് ആ ഹോം മെയ്ഡ് അങ്ങനത്തെ എണ്ണയിലാണ് എണ്ണ കാച്ചാൻ ഇഷ്ടം. അപ്പോൾ കുറേ നാളായി അവർക്ക് വയ്യാത്തതുകൊണ്ട് അവനത് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എണ്ണ കിട്ടുന്നുമില്ല. എൻ്റെ കസ്റ്റഡിയിൽ അങ്ങനത്തെ ഒറിജിനൽ എണ്ണയും ഇല്ല. അപ്പം ഞാനങ്ങ് ഉഴപ്പി. പക്ഷേ ഇവിടെ ഈ ആട്ടുന്ന മില്ലൊക്കെ ഉണ്ട്, അവിടെ പോയാൽ നമുക്ക് അങ്ങനത്തെ എണ്ണ കിട്ടും. അത് വാങ്ങിയിട്ട് കുറച്ച് എണ്ണ ശരിക്കും ഇവിടുത്തെ എണ്ണ റെഡിയാക്കണം. അടുത്ത ഞാൻ ഇവിടുത്തെ നമ്മുടെ എണ്ണ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ എപ്പോഴെങ്കിലും കാണിക്കും. കുറേ കാലമായിട്ട് കിച്ചുവിൻ്റെ റെസിപ്പി അവിടെ ചെയ്യുന്നത്. എനിക്കൊന്ന് 2 റെസിപ്പികളുണ്ട്, അത് ഞാൻ കുറേ കാലം ചെയ്യുന്നില്ല. അത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബ് വ്ളോഗ്സൊക്കെ തുടങ്ങിയ ആ കാലത്ത് ഞാൻ ഡിഷ് വാഷ് ലൈമിൻ്റെ തൊലി വെച്ചിട്ടാക്കണം ഡിഷ് വാഷ് സാധനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നോ? ഇല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ പോയിട്ട് നോക്കിയാൽ കാണാം. അത് ഭയങ്കര യൂസ്ഫുള്ളായൊരു സാധനമാണ് കേട്ടോ. ആ സാധനം നമ്മളെ വീട്ടിലാക്കിയതിന് ശേഷം നമ്മൾ അതും അല്ലാതെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ശകലം യൂസ് ചെയ്യും. പക്ഷെ അപ്പോൾ ഇത് കൂടുതൽ യൂസ് ചെയ്ത് നമ്മൾ എത്ര പാത്രം കഴിയാലും കൈക്കൊരു അലർജി ഫീലോ റാഷോ ഒന്നും ആക്കില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ തന്നെ അവസാനിക്കാം. സോ സീ ഓൾസോ മൈ നെക്സ്റ്റ് വീഡിയോ. ഇനി ഞാൻ ഒന്ന് കുളിക്കാൻ പോട്ടെ.